ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. സ്വർണവും പണവും കുന്നോളം വന്നു നിറയും. നിങ്ങളീ നക്ഷത്ര ജാതകരാണോ എങ്കിൽ നിങ്ങളെ തേടിയെത്തുന്നത് വളരെയധികം നേട്ടങ്ങളുടെ ദിവസങ്ങളാണ്. അതായത് അപ്രതീക്ഷിത നേട്ടങ്ങളുടെ ഒരു ആഴ്ചയാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. ഇനി ഈ ആഴ്ചയിലെ വാരഫലം നോക്കാം. അതായത് 2026 ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുള്ള വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും ചേർന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ ആഴ്ച എടുക്കേണ്ടി വന്നേക്കാം. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന വാരം കൂടിയാണ്. ധൈര്യപൂർവ്വം എല്ലാവിധ കാര്യങ്ങളും തീരുമാനിക്കുവാൻ കഴിയും. അതുപോലെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ പലതും വന്നു ചേരും. ആ ഒരു കാരണത്താൽ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന കാലമാണ്. അതായത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ യാതൊരു രീതിയിലും എടുക്കാതിരിക്കുക. അതുപോലെ മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും ഗുണകരമാണ്. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും വന്നു ചേരും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ച് പോകേണ്ട ദിവസങ്ങളാണ്. കടബാധ്യതകൾ വീട്ടിൽ തീർക്കുവാൻ കഴിയും. അതുപോലെ കുടുംബത്തെ സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണ്. ഉറക്കക്കുറവ്, തലവേദന എന്നിവ അനുഭവപ്പെടും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ഗണപതി മന്ത്രം ഉരുവിടുക. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച സുഖവും സന്തോഷവും വർദ്ധിക്കും. അതുപോലെ കർമ്മരംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. പദവി മാറ്റം, അതുമല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ അവസരങ്ങളും നിങ്ങളെ ഈ ആഴ്ച തേടിയെത്തും. സാമ്പത്തികമായ നിക്ഷേപങ്ങൾക്ക് അനിവാര്യമായ ഒരു ആഴ്ചയാണ്. ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണകരമുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും വളരെയധികം നല്ല സമയം കൂടിയാണ്. കുടുംബത്തെ എല്ലാവിധ ആൾക്കാരുമായി ഐക്യത്തോടെയും മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ അമ്മയും അച്ഛനുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ കാലമാണ്. പ്രണയിതാക്കൾക്കും വളരെയധികം ഗുണമുണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങളും അതുമല്ലെങ്കിൽ ദഹന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായി അനുഭവപ്പെടും. കഴുത്ത് സംബന്ധമായ വേദനകളോ അതുമല്ലെങ്കിൽ തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളും അലട്ടുവാനിടയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ലളിത സഹസ്രനാമ ജപവും നിത്യവും ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വാക് സാമർഥ്യത്താൽ തന്നെ ഉപജീവനം നടത്തുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. കർമ്മരംഗത്തും ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാകും. വീഴ്ച, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ആഴ്ച ധനച്ചെലവുകൾ നിങ്ങൾക്ക് വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും. അതുപോലെ പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ
അഭിപ്രായങ്ങളോട് യോജിച്ചു പോകുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ അലർജി പോലുള്ള പ്രശ്നങ്ങളോ അലട്ടുവാൻ ഇടയുള്ള കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശ്രീരാമദേവന് വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ ഓം നമഃശിവായ മന്ത്രം നിത്യേന 108 തവണ ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച മനസ്സിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതായത് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ്. ചില കാര്യങ്ങളിൽ ആശങ്കകളും ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും മുതിർന്ന ആളുകളുമായി കൂടി ആലോചിച്ച് മാത്രം തീരുമാനത്തിലെത്തുക. അതുപോലെ സഹപ്രവർത്തകരുമായി യോജിച്ച് പോകുവാനും സംയമനം പാലിക്കേണ്ടതാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസമുണ്ടാകും. അപ്രതീക്ഷിതമായ ധനച്ചെലവുകൾ കുടുംബത്ത് വന്നു ചേരും. ധനമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ആഴ്ച കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കുന്നതാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട കാലം കൂടിയാണ്. അതായത് ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികളും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. സന്താനങ്ങൾക്ക് ചെറിയ അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. വീട്, വാഹനം, ഭൂമി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഉറക്കക്കുറവ്, മാനസികമായ സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടും. കുടുംബത്തുള്ളവരുടെ ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണ്ട കാലമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പൂജ എന്നിവ വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വ്യക്തിത്വ വികസനമുണ്ടാകും. അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയും വിധം തൊഴിൽ രംഗത്ത് പ്രമോഷൻ, അതുമല്ലെങ്കിൽ സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുവാൻ മികച്ച സമയമാണ്. സർക്കാർ സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടവും വരുമാന വർധനവും ഉണ്ടാകും. എന്നാൽ ചെലവുകളും വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്നതാണ്. പ്രത്യേകിച്ചും വീട്, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ ഈ ആഴ്ച വന്നു ചേരും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കുടുംബത്തിലുള്ളവരും യോജിച്ചു പോകുന്നതാണ്. അതുപോലെ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കും വളരെ നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യപരമായും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളോ രക്തദോഷങ്ങളോ എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ശിവക്ഷേത്ര ദർശനവും ആദിത്യ ഹൃദയ പാരായണവും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് ഈ ആഴ്ച വളരെയധികം നന്നായിരിക്കും. അതുപോലെ കഠിനമായ അധ്വാനം വേണ്ടിവരുന്ന ആഴ്ചയാണ്. എന്നാലും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന ഒരു തോന്നൽ വന്നു ചേരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ധനാഗമം ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ധനച്ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണ്. വായ്പകളും കടങ്ങളും എടുക്കേണ്ട സാഹചര്യമുണ്ടാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിലേക്ക് ധനച്ചെലവുകൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ
ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മറയില്ലാതെ എല്ലാവിധ കാര്യങ്ങളെയും ആശയവിനിമയം നടത്തി തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുക. സർക്കാർ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കാലതാമസം നേരിടേണ്ടി വരും. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമായ ഒരു വാരമാണ്. ദൂരയാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ ദഹന പ്രശ്നങ്ങളോ ഈ ആഴ്ച ഉണ്ടായേക്കാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്രയുടെ ബാക്കി പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. അതുപോലെ ബന്ധങ്ങൾ വളരെയധികം ശക്തമാകും. പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വാരമാണ്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായും വന്നു ചേരും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. പ്രത്യേകിച്ചും പങ്കാളിത്ത ബിസിനസ്സിൽ വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അനുകൂലമായവ വന്നു ചേരുന്നതാണ്. പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. കലാരംഗത്തും പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്കും പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് മൂത്രാശയ സംബന്ധമായ അസുഖത്തിന് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഈ ആഴ്ച ഉണ്ടാകും. അതുപോലെ പലവിധ ചിന്തകളും മനസ്സിൽ ഉടലെടുക്കുന്നതാണ്. പ്രത്യേകിച്ചും വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ സമ്മർദ്ദങ്ങൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്നതാണ്. മേൽ ഉദ്യോഗസ്ഥരുടെ വിശ്വാസം നേടുവാൻ സാധിക്കുന്നതാണ്. ഗവേഷണ സാങ്കേതിക രഹസ്യ കാര്യ മേഖലയിലുള്ള ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവുകളും നിങ്ങൾക്കൊരുപോലെ അധികരിച്ച് നിൽക്കുന്ന വാരമാണ്. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ കാലതാമസം നേരിടേണ്ടി വരും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്കും നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. കൂടെയുള്ളവരെ സംശയിക്കാതെ മുന്നോട്ട് നീങ്ങുക. പഴയ സൗഹൃദങ്ങൾ പുതുക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനും രക്തദോഷങ്ങൾക്കും ഈ ആഴ്ച ഇടയാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുകയും ചെയ്യുക. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് വലിയ അവസരങ്ങൾ ഉണ്ടാകും. വിദേശ ബന്ധങ്ങൾ വഴിയും ഓൺലൈൻ ജോലികൾ വഴിയും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുകയും നിക്ഷേപങ്ങളെല്ലാം തന്നെ വളരെയധികം ഗുണകരമായി ഭവിക്കുകയും ചെയ്യുന്നതാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധം വളരെയധികം സന്തോഷകരമായിരിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം അനുകൂലമായ കാലമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും റിസർച്ച് മേഖലയിലുള്ളവർക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ് വികസിപ്പിച്ചെടുക്കുന്നതിനും വളർച്ച ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഉണ്ടാകും. അതുപോലെ ആരോഗ്യപരമായും തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമിക്ക്
വെണ്ണ സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ വളരെയധികം അധ്വാനം ആവശ്യമായി വരും. വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകളും വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. അതായത് എല്ലാവിധ കാര്യങ്ങളിലും നിയന്ത്രണം അനിവാര്യമാണ്. ധനമിടപാടുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ ഉണ്ടാകും. കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പരിശ്രമം വളരെ വലിയ ആവശ്യമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ വന്നു ചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരം ഒരുങ്ങുന്നതാണ്. ഗവേഷണപരമായി പഠിതാക്കൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ശരീരത്തിന് ക്ഷീണം, പേശിവേദന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടും. കാൽമുട്ട് വേദനയും എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനും ഇടയുള്ള വാരമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ള് ദാനമായി നൽകുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന വാരമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ വലിയ സാമ്പത്തിക വർധനവ് പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങൾ വഴിയും നിങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. പ്രണയത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ശക്തമാകും. സൗഹൃദം പ്രണയത്തിലേക്ക് മാറുവാനും സാധ്യതയുള്ള കാലമാണ്. ടെക്നിക്കൽ മേഖലയിലും റിസർച്ച് മേഖലയിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരും. കഴിയുന്നതും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അസിഡിറ്റിയോ ഉണ്ടാകുവാനിടയുണ്ട്. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാദേവന് ധാര സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരും. അതായത് എല്ലാവിധ പ്രവർത്തനങ്ങളിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ആഴ്ച വളരെ കൂടുതലായിരിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ആശയങ്ങൾ വന്നു ചേരും. അതുപോലെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് ചെലവ് വർദ്ധിച്ചു നിൽക്കുന്നതാണ്. കടബാധ്യതകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കും. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും രേഖകൾ നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രം ഇടപാടുകൾ നടത്തുക. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ അമ്മയിൽ നിന്നും വളരെ വലിയ സഹായം പ്രതീക്ഷിക്കാം. വാക്കുകൾ പരുഷമാകാതെ സൂക്ഷിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ ഉറക്കക്കുറവ്, മാനസികമായ സമ്മർദ്ദം, കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും അന്നദാനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.